മനുഷ്യൻ കരുത്തനായൊരാനെ മനുഷ്യൻ 100 ആനയെ ഒന്നിച്ച് നേരിടാനുള്ള മനുഷ്യനെ നേരിടാനുള്ള കരുത്ത് ആനയ്ക്കുണ്ട്. അതിന് ബുദ്ധി കൊണ്ടും മനഃശക്തി കൊണ്ടും ബുദ്ധി കൊണ്ട് മാത്രം പറ്റാം. ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിനൊരു പവറും വേണം. എന്നിട്ട് ആന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മനുഷ്യൻ അന്തംഗമ്മി കളി കളിച്ചാൽ ആന എടുത്തിട്ട് വലിച്ചെറിയും. അതിനെ പഠിപ്പിക്കാനും കാര്യങ്ങളും നോക്കാനും പിന്നെ ഇണങ്ങി കഴിഞ്ഞാൽ അതങ്ങനെ പോകുന്നുള്ളൂ. എന്നാലും ചിന്തിക്കണം. പൊട്ടണമെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് തട്ടാൻ. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ കൊണ്ടെടുക്കുന്നത്. അപ്പം മനുഷ്യന് ബുദ്ധിയുണ്ട്, മെൻ്റൽ പവറുണ്ട്, രണ്ടും ഉണ്ട്. ഈ മനുഷ്യനാണ് ഇങ്ങനെ പലതും ചേർന്നും കൊണ്ട് ബേജാറാവുന്നത്. മരിച്ചു എവിടെ സുഹൃത്തേ, എന്നാലും ഒരു ദിവസം മരിക്കും. ജനനത്തിനും ജനിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്, മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്. വേറെ ആരുണ്ടെന്ന് പറയേണ്ട ആരുമില്ല. വെറുതെ പറയുന്നതാണ്. ആരാ കൊടുത്തിട്ടുള്ളത്? ജനിച്ചു വരുന്ന ആൾ വരൻ്റെ കൂടുന്നത് അങ്ങനൊന്നുമില്ല. അതാർക്കും കാണാനും പറ്റില്ല. ജനനം മരണം ഒറ്റയ്ക്കാണ്. അതൊരു പ്രോസസ്സാണ്. മനുഷ്യന് മാത്രമല്ല, ഈ പക്ഷിമൃഗാദികൾക്കും മൃഗങ്ങൾക്കും എല്ലാത്തിനും ജനനം മരണമുണ്ട്. ശരിയല്ലേ? അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അറ്റാക്ക് വരുന്നു എന്നൊക്കെ ചിലവരിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ. അറ്റാക്ക് വരുന്നു, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അറ്റാക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം പഴയ മനുഷ്യന് അറ്റാക്കൊന്നുമില്ല. വസൂരി വന്ന 1000കണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട്. അറ്റാക്ക് വന്ന ആരും പഴയ കാലത്തൊന്നും. അതെന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ്. കുറേ നമ്മളെ ശരീരത്തിന് പറ്റാത്ത ഭക്ഷണങ്ങളും കെമിക്കൽ ചേർത്തും കൊഴുപ്പൊക്കെ ചേർന്ന് വന്നിങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. ശരീരം ഇളകലും ഇല്ല. പിന്നെ മനുഷ്യൻ്റെ അതിന് പറ്റിയ ഭക്ഷണം ആവണ്ടേ? 30 മീറ്റർ കുടലിൽ മനുഷ്യൻ എന്താ തിന്നുന്നുള്ള ബോധം വേണ്ട. അത് പോട്ടെ, നായക്കും പൂച്ചയ്ക്കും പൊട്ടിക്കൊക്കെ 4 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അതവിടെ കട്ടെ. അപ്പോൾ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിലേക്കാണ്ട് പോവല്ല. ഇങ്ങനെ പിന്നെ കിടന്നുറങ്ങിയും കൊണ്ട് രാവിലെ എഴുന്നേൽക്കില്ല. കിടന്നുറങ്ങി ചിലപ്പോൾ എഴുന്നേൽക്കും. അതിനെപ്പറ്റി നിങ്ങളെന്താ ചിന്തിക്കുന്നത്? മരണം ഒരു നാൾ സംഭവിക്കും. മരണത്തിന് ശേഷം എന്തെന്ന് വ്യക്തമായ ധാരണ ആരും പറഞ്ഞു കേട്ടില്ല. വേറെ തരത്തിലുള്ള അറിവില്ല, വ്യക്തമായിട്ടൊരു അറിവില്ല. പോയി വന്ന ആൾക്കാർ അറിവില്ല. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശ്വസിക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുക. ഉണ്ടായിക്കോട്ടെ, നമ്മൾ കാണാത്ത സ്വർഗമാണ് അതിന് വിശ്വസിക്കുക. അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് കിട്ടുക മൃഗങ്ങൾക്കാണ്. കാരണം സാമൂഹ്യ ഈ വ്യവസ്ഥിതിയിൽ മൃഗങ്ങൾ മാത്രമാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? പ്രകൃതിനെ നശിപ്പിച്ച് തമ്മിത്തല്ലി സ്വാർത്ഥത, മറ്റുള്ളവന് ഒന്നും നമ്മളെ തലമുറ എഴുതിച്ച സാധനങ്ങളല്ല നമുക്കുള്ളൂ. ഒന്നും ചെയ്യാതെ വെറും സ്വാർത്ഥനായിട്ട് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയല്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെയൊരു നല്ല ആൾക്കാർക്കുള്ള സ്വത്ത്, നല്ല ആൾക്കാർക്കുള്ള സ്വർഗം വരേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്നത്. അത് മൃഗങ്ങൾക്ക് കേട്ട് ഒരു മനുഷ്യനും സ്വർഗത്ത് കയറില്ല. അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് വളരെ ഉറപ്പിച്ച് പറയാം. അതല്ലാത്തതൊക്കെ തെറ്റാണ്. അതല്ലാത്ത വെട്ടിത്തരം ഇങ്ങനെ പെറുപുറത്തും കൊണ്ട് നിൽക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നല്ല ഊർജ്ജസ്വലത കരുത്തോടെ കർമ്മങ്ങൾ ചെയ്യാം. വെറുതെ ഇരിക്കുക, നന്നായിട്ട് മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ടല്ലോ. അല്ലാതെ പേടിച്ചുകൊണ്ട് ഞാൻ നാളെ മരിക്കും എന്ന് വെച്ച് എന്തിനാണ് വിറച്ചുകൊണ്ട് നിൽക്കുന്നത്? നാളെ മരിക്കും. മരിക്കാൻ ഇന്നല്ലെങ്കിൽ ഇന്ന് മരിക്കുക, നാളെ മരിക്കുക. അത് ജനിച്ച മനുഷ്യന് മരണമുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച ആൾക്കാരെന്തിനാണ് പേടിപ്പിക്കുന്നത്? നാളെ മരിച്ചുപോയാൽ എങ്ങനെ സംഭവിക്കും? മരിച്ചുപോയാൽ സംഭവിക്കട്ടെ. അങ്ങനെ ഒരു ഉറപ്പുള്ള സംഗതി ഒന്നുമല്ല. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പരമാവധി നല്ല മനുഷ്യന് നല്ല കാര്യം നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം.